ഞാൻ സൈദർപള്ളിയിലായിരുന്ന കാലം, അബ്ദു മുസ്തഫയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം, എൻ്റെ +2 പഠനകാലം. എപ്പോഴും കൂടെ 2 സുഹൃത്തുക്കൾ, എന്നേക്കാൾ 1-2 വയസ്സ് മുതിർന്നവരാ. നിജാദ്, മജീദ്. നമ്മുടെ ഗാങ്ങിന്റെ പേര് സ്മാർട്ട് ബോയ്സ്. തലശ്ശേരി ഞങ്ങളുടെ കൈവെള്ളയിലായിരുന്നു. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നു. ബൈക്കിന് ബൈക്ക്, പണത്തിന് പണം, ചെലവ് മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാളും. മജീദ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുട്ടിയുടെ മകൻ. സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം കുഞ്ഞുട്ടി സൈദർപള്ളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ചായക്കട നടത്തുന്നു. പക്ഷെ അന്ന് മജീദ് തലശ്ശേരിന്റെ രാജകുമാരനായിരുന്നു. മജീദിന്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി ഫാത്തിമ. പിടിച്ചിരിക്കുപോലെ ഓന്റെ പേരെന്താടാ? ഓനെ വെറുതെ വിടാൻ പാടില്ല. നമുക്കോനെ പൊക്കണം. സൈദാർ പള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്ന് ഒരുത്തം വളക്കണ്ട. അങ്ങനെ സംഭവിച്ച പിന്നെ നമ്മുടെ അങ്ങനെ സ്മാർട്ട് ബോയ്സ് എന്ന് വിളിച്ചിട്ട് എന്താടാ കാര്യം? അല്ലേ വിനോദേ? ശരിയാ, സ്മാർട്ട് ബോയ്സ് ഉള്ള പേര് മാറണം. ഒരുമാതിരി തൊട്ടി പേരല്ലേ? അതല്ല, ഓനെ പൊക്കുന്ന കാര്യം. ആ കൃഷ്ണേട്ടാ, 3 കർച്ചീഫ് വേണം, വലുതെടുത്ത്. കർച്ചീഫ് മുറുക്ക കെട്ടിക്കോ, ആളെ അറിയാൻ പാടില്ല. പിന്നെ ഒബ്ലാം കെട്ടിക്ക് അടി വീഴാൻ നോക്കിക്കോ. അതെവിടെയാ? തലേന്റെ പുറകിലടാ പന്നി. ഓ ഓക്കെ ഓക്കെ ഓക്കെ. തെണ്ടി വരുന്നുണ്ട്. ചെന്നിനായത്തിന്റെ പേരും മുട്ടയുടെ വെള്ളയും പിന്നെ എന്തൊക്കെയോ ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്തൊരു സവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റാ. ഹീറോയിസം കൂടിയപ്പോ രാവണപ്രഭുവിലെ ഡയലോഗും കുറെ കാശ് എറിഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വന്തം ഡ്രൈവിംഗ് ലൈസൻസ് എറിഞ്ഞു കൊടുത്തത് മജീദ് എറിഞ്ഞു. പക്ഷെ അന്നല്ല, പിറ്റേന്ന് മുബാറക് സ്കൂളിന് പുറകിൽ വെച്ച് അടി കിട്ടിയപ്പോ. രാമേട്ടാ, കൃഷ്ണേട്ടാ, പോരെ?